അപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഒന്ന് ഉലയ്ക്കുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് സോൾവ് ആക്കാനുള്ള തിരക്കിലും അതിൻ്റേതായിട്ടുള്ള ക്ഷീണം മനസ്സിനും ശരീരത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. സ്നേഹമുള്ള കുറച്ച് ബന്ധുക്കളുടെ സഹായത്തോടെ ഞാനതൊക്കെ ഒരുവിധം സോൾവ് ആക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് അതൊന്നും സോൾവ് ആക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലായിരുന്നു. അവരോടത് ഷെയർ ചെയ്തതുകൊണ്ട് മനസ്സിന് നന്നായിട്ട് ലൈറ്റായിട്ടുണ്ട്. ഒപ്പം ഒറ്റയ്ക്കല്ല, എനിക്കും ആരൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നലും വന്നു. ഈ നെഗറ്റീവായ കാര്യത്തോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ പോലെയും ഉണ്ടായിരുന്നു. കൂടുതലും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെടികളുടെ അടുത്ത് വന്ന് ഇരിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട റീൽസും വീഡിയോസും ഒക്കെ കാണും. പതിവിലും കൂടുതലായി പ്രാർത്ഥിക്കാൻ നോക്കുന്നു. കാരണം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് നഷ്ടപ്പെട്ട ബലമൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട്. പിന്നെ രാത്രിയിൽ 10 മണിക്ക് തന്നെ കിടക്കാൻ നോക്കുന്നു. രാത്രിയിലധികം ഇരിക്കുമ്പോൾ ഓരോരോ ചിന്തകളായിരിക്കും. അതുകൊണ്ട് രാത്രി നേരത്തെ കിടന്നിട്ട് രാവിലെ പോസിറ്റീവായിട്ട് എണീക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിനും ശരീരത്തിനും നല്ല വിശ്രമം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുന്നുമുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കാനും ആഹാരകാര്യത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ എൻ്റെ പാഷനായിരുന്ന സ്റ്റിച്ചിങ്ങിനോട് വീണ്ടും ഇഷ്ടം തോന്നുന്നു. ഒരു ചുരിദാർ തയ്ക്കണമെന്ന് കൊതി തോന്നുന്നു. എല്ലാത്തിലുമുപരി മനസ്സിനെ എപ്പോഴും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലും എത്രയോ വലിയ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓർക്കുമ്പോൾ മനസ്സിന് നല്ലൊരാശ്വാസം തോന്നാറുണ്ട്. സാധാരണ വീഴ്ചകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ എണീക്കുന്ന ആളാണ് ഞാൻ. ഇതും അങ്ങനെ തന്നെ ആകുമെന്ന് കരുതുന്നു. സന്തോഷങ്ങളെ മാത്രം തേടിക്കൊണ്ട് അങ്ങനെ മുന്നോട്ടേക്ക് വീണ്ടും യാത്ര തുടരുന്നു.